മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക്. മാനന്തവാടി MLA OR കേളു മന്ത്രിയാകും. പട്ടികജാതി ക്ഷേമ വകുപ്പ് OR കേളുവിന്, MP രാജേഷിന് പാർലമെന്ററി കാര്യവും VN വാസവന് ദേവസ്വം വകുപ്പും ലഭിക്കും. തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് OR കേളു പ്രതികരിച്ചു. പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിയൊക്കെ ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, വയനാട്ടിൽ നിന്ന് ആദ്യമായി CPM ഒരു മന്ത്രി, കൂടാതെ ദേവസ്വം വകുപ്പ് വാസവന് കൊടുക്കുന്നു. ഇത് രണ്ടിലൂടെയും എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്? വേണു, ഇന്ന് ചേർന്ന CPM സംസ്ഥാന നേതൃയോഗമാണ് OR കേളുവിനെ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. രണ്ട് ഘടകമാണ് നിലവിൽ മന്ത്രിസഭയിലേക്ക് OR കേളുവിനെ പരിഗണിച്ചത്. ഒന്ന്, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളായി മറ്റാരും തന്നെ ഇല്ല. ഒപ്പം പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഇതുവരെയും CPM ആരെയും മന്ത്രിയാക്കിയിട്ടില്ല. ഈ ഘടകങ്ങളാണ് പ്രധാനമായും OR കേളുവിന് അനുകൂലമായത്. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ആദ്യ CPM മന്ത്രി കൂടിയാണ് OR കേളു. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ K രാധാകൃഷ്ണൻ ചുമതല വഹിച്ചിരുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പായിരിക്കും OR കേളുവിന് നൽകുന്നത്. മറ്റു വകുപ്പുകളിൽ മാറ്റങ്ങളുണ്ട്. ദേവസ്വം വകുപ്പ് VN വാസവനാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം പാർലമെന്ററി കാര്യ വകുപ്പ് MP രാജേഷിനും നൽകിയിട്ടുണ്ട്. ഈ ചുമതല മന്ത്രി പദത്തിലേക്ക് എത്തിയതിൽ സന്തോഷമുണ്ടെന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നതുമായിരുന്നു OR കേളുവിന്റെ ആദ്യ പ്രതികരണമായി ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ തീരുമാനം പാർട്ടിയും എല്ലാവരും ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിൽ ഇതുവരെയും മറ്റ് തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും രണ്ട് വകുപ്പുകളിലാണ് നിലവിൽ മാറ്റം ഉള്ളത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം വകുപ്പും ഒപ്പം പാർലമെന്ററി കാര്യ വകുപ്പുമാണ്. ഈ ഞായറാഴ്ചയാണ് നിലവിൽ OR കേളുവിന്റെ സത്യപ്രതിജ്ഞ നടത്താൻ ആലോചിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. വേണോ? ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.